Hi friends, welcome back to my YouTube channel. It's me, Achus. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീഡിയോ നിങ്ങളെല്ലാം തമ്മിൽ കണ്ട പോലെ ഓണം വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ചെറുതായിട്ട് ഉള്ള പരിപാടികൾ മാത്രം തന്നെ ഉള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓണാഘോഷങ്ങൾ എങ്ങനെയും താഴെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ കുറേ കാലമായി ഞാൻ ഓൺ വീഡിയോ കിട്ടിയിട്ട്, അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ സമയം വന്നത്. ഇന്ന സമയം വരുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഇനിയുള്ള ഓരോ കാഴ്ചകൾ കാണാം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പൂക്കളിട്ടു. അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ആദ്യം പോയി കണ്ടിട്ട് വരാം. അപ്പോൾ രാവിലെ തന്നെ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള പൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലവും തിരുവോണത്തിൻ്റെ അന്ന് അച്ഛൻ്റെ വകയാണ് കേട്ടോ പൂക്കളുണ്ടാവാറ്. പക്ഷേ ഇന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ഇടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പകുതി എത്തിയപ്പോൾ അച്ഛൻ ഓടിച്ചാടി വന്നിട്ട് ഞാൻ ഇടാമെന്നങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നീട് അച്ഛൻ അങ്ങ് ഇട്ടു. ആദ്യം ഞങ്ങൾക്ക് ഡിസൈന് വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ പോലെ വല്ല റെയിൻബോ പോലെ പല കളർഫുള്ളാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഐഡിയ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവസാനം ഇപ്പോൾ ഒരു ഡിസൈനൊക്കെ മൈൻഡിൽ വന്നു വെച്ചാൽ അത്ര വലിയ ഡിസൈനൊന്നുമല്ല, അതേതോ ഒരു ഡിസൈനായിപ്പോയി. ഞാൻ ഈ ഇല എടുത്ത് കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലത്തിനും തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഈ ഇല ഇടാതിരിക്കാറില്ല, എല്ലാ കൊല്ലവും ഇടാറുണ്ട്. അപ്പം അങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒടുക്കത്തെ വെയിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ് ഞാൻ കുറച്ച് നേരം നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവസാനമായി ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നെക്സ്റ്റ് പരിപാടി പായസം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളെല്ലാവരും സേമിയ പായസം ലവേഴ്സാണ്, അതുകൊണ്ട് ഞങ്ങൾ അതാണ് വെക്കുന്നത്. പാലട അങ്ങനെ വെക്കാറില്ല. അപ്പം ഇനി ഞാൻ കഷ്ടപ്പെട്ട അച്ഛമ്മയെ കൊണ്ട് ഓണാശംസകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാല്ലേ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ ഒരു വട്ടം കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഓരോ വ്ളോഗ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ ഷോർട്സ് വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം ആൻഡ് ബൈ ബൈ.